ലാലേട്ടൻ ചെയ്തിട്ടുള്ളത് കിരീടം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. കിരീടമാണല്ലോ അങ്ങനെ മറ്റുള്ളൊരു മൂവി, അതൊരു മൂവിയാണ്. ലാലേട്ടൻ ഞെട്ടിച്ചായിരുന്നോ? ശരിക്കും ഗംഭീരം, പറയാൻ വാക്കുകളില്ല. അമേസിംഗ് ആണ്. ബോക്സ് ഓഫീസ് ഹിറ്റാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം, ഫാമിലിക്ക് ഫുള്ള് ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേർക്ക് കാണാൻ മേലാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം മീൻസ് അത് നിങ്ങൾ പോയി കാണും. പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, 15 എബവ് അല്ലേ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. ലാലേട്ടൻ എന്തായാലും എങ്ങും പോയിട്ടില്ല, ഇവിടുത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചൊരു ലാലേട്ടന് കുറേ നാൾക്ക് ശേഷം തിരിച്ചു കിട്ടി. സൂപ്പറാണ്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി കൊള്ളാം, പക്ഷേ സ്റ്റോറി എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. കുറേ ആൾക്കാർ ഇതിനോട് വിളിച്ചിരുന്നു എന്ന് തോന്നുന്നു. സൂപ്പറാണ്. സ്റ്റോറി നല്ല സ്റ്റോറിയാണ്, നല്ലൊരു ഫ്ലോയിലാണ് എടുത്തിരിക്കുന്നത്. പഴയ മോഹൻലാലിന് അതിപ്പോൾ നല്ല ഡയറക്ടറിൽ കിട്ടിക്കഴിഞ്ഞാൽ പഴയ മോഹൻലാൽ ഇവിടെ തന്നെ ഉണ്ട്. പടം ഹാപ്പിയാണ്. നമ്മൾ വർക്ക് ചെയ്തവർ ഹാപ്പി ആയിരിക്കുമല്ലോ. എന്നാലും ഓഡിയൻസ് റെസ്പോൺസിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അത് തരുണൊക്കെ ബാക്കി വരുന്നുണ്ട്. സാധാരണ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയം. ലാലേട്ടൻ്റെ സ്റ്റാർഡവും ആസ് എൻ ആക്ടറും രണ്ടും ഉപയോഗിച്ചൊരു പടമാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു രസവും അതിൻ്റെ ഒരു അഴകൊക്കെ ഉണ്ട്. എന്തായാലും നിന്ന് കണ്ടിട്ട് പറയാം. ടെൻഷനായിട്ടെന്ന് പറഞ്ഞു കാരണം ഡെഫിനറ്റ്ലി നമ്മൾ ഇത്രയും വലിയ ഒരാളെ വെച്ചിട്ട് ലാലേട്ടനെ പോലെ ഒരാളെ വെച്ചിട്ട് ഒരു പടം ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാകും. കാരണം നമുക്ക് നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ ഒരുപാട് സന്തോഷം. അല്ലേ, ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു താങ്ക് യു. നമുക്കിത് അറിയില്ല, കോൾസ് ഒക്കെ വരുന്നു, എന്താണ് സിറ്റുവേഷൻ അറിയില്ല. അപ്പം കൊലത്തൂക്ക് ഒന്നും പറയല്ല, സന്തോഷം കൊണ്ട്. അതെ, ഉറപ്പല്ലേ, ഇങ്ങനത്തെ കുറെ സർപ്രൈസുകൾ തരണമെന്നുണ്ടായിരുന്നു. ഇത് ഫാമിലി ഡ്രാമയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഫാമിലി ഡ്രാമ, ഫാമിലിയുടെ ഇമോഷൻസ് ആണ് പറഞ്ഞത്.